കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിലെ കഴിഞ്ഞ ദിവസത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞ പോലത്തെ വീഡിയോ. കഴിഞ്ഞ ദിവസത്തെ ഇതില്ലേ നമ്മുടെ ഡെയിലി വെയർസ് ബഡ്ജറ്റ് റേറ്റിലുള്ള ഡെയിലി വെയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നു ഇന്നെടുത്ത് വെച്ചിരിക്കുന്ന മജോറിറ്റിയും ബഡ്ജറ്റ് റേറ്റിലുള്ള സാരികളുടെ ഡിസ്കൗണ്ട് സെയിലാട്ടോ. അധികമില്ല, ഞാൻ ഇന്നും ഒരു വളരെ എണ്ണം കുറച്ചാണ് കാണിക്കുന്നതെന്നൊരു പരാതിയൊക്കെ പറയുന്നുണ്ട്. കുറച്ചും കൂടെ എണ്ണം കാണിക്കുവാണെങ്കിൽ എന്നെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ടല്ലോ. അപ്പോൾ എണ്ണം കൂടുതൽ കാണിക്കുവാണെങ്കിൽ വേറെ സെലക്ട് ചെയ്യാമല്ലോ എന്ന്. ഓരോ ദിവസങ്ങളായിട്ട് നമുക്ക് കാണിക്കാം, അപ്പം ഞങ്ങൾക്ക് എളുപ്പമുണ്ടല്ലോ. അപ്പം കാണിക്കാം കേട്ടോ. അന്ന് കിട്ടാത്തവരൊക്കെ ഇന്ന് വാങ്ങിച്ചോ. അന്ന് കിട്ടാത്ത ഒത്തിരി പേരുണ്ട്, പരാതികളൊക്കെ ഒത്തിരി പേര് പറഞ്ഞു. ഇപ്പം ഇതിപ്പം ഈ പറഞ്ഞ പോലെ ഓരോ സാരി ആയിട്ട് വരുന്നത് കൊണ്ട് 8 സാരി ഉള്ളത് കൊണ്ട് അങ്ങനെ ഇതിപ്പം നമ്മുടെ സെമി മൊഡാളിന്റെ ഒരു സ്റ്റഫ് എന്നേ ഞാൻ പറയുന്നുള്ളൂ. പ്യുവർ മൊഡാളൊന്നും അല്ല. പ്യുവർ മൊഡാളിന് അറിയാമല്ലോ റേറ്റും കാര്യങ്ങളും. സെമി മൊഡാളിന്റെ ആ ഒരു സ്റ്റഫ് വരുന്ന സാരിയാണ് ഇത്. വരും അതിന്റെ മുന്താണി വരുമ്പോൾ ഇതുണ്ടോ, ഇത് വരും, മുന്താണി വരും. നല്ല സാരിയാ. ഇതിന്റെ കളേഴ്സ് ധാരാളം അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരൊറ്റ പീസേ ഉള്ളൂ, ഒറ്റ കളറേ ഉള്ളൂ. ഇത് വരും ബ്ലൗസും മുന്താണിയും ഏകദേശം ഒരേ ഡിസൈൻ. മുന്താണിയിൽ ഒരു ടെമ്പിൾ ഇതും കൂടെ ഉണ്ടെന്ന മാത്രം വ്യത്യാസം. സാരിയാണ് ടെമ്പിൾ ബോർഡർ വരുന്ന നല്ലൊരു വയലറ്റ് തീപ്പട്ടി കളർ നല്ലൊരു സാരിയാണ്. ഇനി ഇതിന്റെ റേറ്റ് ഞാൻ കണ്ടായിരുന്നല്ലോ, ഞാൻ റേറ്റ് പറയാവേ. ഇതിന്റെ ശരിക്കുള്ള വില 1390, ഇപ്പോഴത്തെ വില 699. അടുത്തതും മൊഡാളിന്റെ, ഇത് സെമി മൊഡാളാണ്. ശരിക്കും പ്യുവർ മൊഡാളിന്റെ നല്ല റിപ്ലിക്കയാണ്. പ്യുവർ മൊഡാള് ആണെന്ന് ഒരു വേള നമ്മൾ പറഞ്ഞാൽ പോലും ആൾക്കാർ ഈ അല്ല എന്ന് വിചാരിക്കുന്നുണ്ടോ. ഇത്തല ഒച്ച കേൾക്കുന്ന കേട്ടോ. ഇത്തല ഇത് കണ്ടോ, ടാസിൽ. ഈ ടാസിലിന്റെ ഒച്ചയാണ് നിങ്ങൾ കേൾക്കുന്നത്. കുഞ്ചലം, ഇതിന് കുഞ്ചലം എന്നാണ് പറയുന്നത്, ടാസിൽ എന്ന് പറയും. അങ്ങനത്തെ സാധനത്തിന്റെ ഇതിനകത്ത് വരും ഇതിന്റെ മുന്താണി എന്ന് പറയുന്നത്. പ്യുവർ മൊഡാള് തന്നെ കേട്ടോ. പ്യുവർ മൊഡാളിന്റെ നല്ല സാമ്യതയുള്ള സാരിയാണ്. എന്നാൽ 100% മൊഡാളല്ല, മൊഡാൾ സാരി തന്നെയാണ്. നല്ല ബോട്ടിൽ ഗ്രീനെ കൂടെ നല്ലൊരു യെല്ലോ, ഒരു കലങ്കാരി പ്രിന്റും ഒക്കെ ആയിട്ട് സാരി. ഇനി അതിന്റെ ബ്ലൗസും കൂടെ എങ്ങനെയാന്ന് നോക്കാവേ. ബ്ലൗസ് കണ്ടോ, നല്ല ബ്ലൗസുമാണ്. ലൈനിങ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് തയ്ച്ചു കഴിഞ്ഞാൽ നല്ല മൊഡാൾ സാരി. 1 പ്ലീറ്റ് ഒക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതാ. പിന്നെ കാലാകാലം നിൽക്കും. നമ്മുടെ പ്യുവർ മൊഡാൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പ്യുവർ മൊഡാൾ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റും ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് സൂക്ഷിക്കണം. അതുപോലല്ല ഇതിപ്പോൾ സെമി ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ ഒറിജിനൽ വില 1890, ഇപ്പോഴത്തെ വില 1250. അടുത്തത് ഇത് കേട്ടോ, മൊഡാളിന്റെ തന്നെ പ്ലെയിൻ വന്നിട്ട് ബോർഡർ, അജ്രക്കിന്റെ ബോർഡറും കൂടെ വരുന്ന സാരി. ഒത്തിരി നിങ്ങൾക്കൊക്കെ ഓർമ്മ കാണും, എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കൊക്കെ ഇത് ഓർമ്മ കാണും. ഞാൻ ഓൺലൈനിൽ കാണിച്ചേക്കുന്ന ഇത് മുന്താണി വന്നിട്ട് ഇതേണ്ടേ ഇങ്ങനെ വരും. മുന്താണി അജ്രക്കിന്റെ തന്നെ മുന്താണി. ഈ ബ്ലൗസും കൂടെ നോക്കാം. ബ്ലൗസ് സെൽഫ് അല്ല, അജ്രക്കിന്റെ ബ്ലൗസ് കണ്ട. ഇതാണ് ബ്ലൗസ്, ഇത് മുന്താണി. ഇതെല്ലാം സിംഗിൾ പീസസേ ഉള്ളൂ കേട്ടോ. സിംഗിൾ പീസസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് ഡിസ്കൗണ്ട് സെയിൽ വന്നത്. ഇതൊത്തിരി മൊഡാളൊക്കെ അറിയാലോ എന്നാ നാളായി ഇറങ്ങിയിട്ടെന്നുള്ളത്. വിലയില്ലേ 1299 ആണ് ഇതിന്റെ ശരിക്കുള്ള റേറ്റ്. ഇപ്പോഴത്തെ റേറ്റ് 799. അടുത്തതും മൊഡാളാണ്, സെമി മൊഡാളാണ്. ഇന്ന് മജോറിറ്റി അല്ല കേട്ടോ, കുറെ മൊഡാളുണ്ട്. അല്ലാത്തതുകൊണ്ട് ഈ സാരിക്ക് ഞങ്ങൾക്ക് അന്ന് വന്നപ്പോൾ ഡിസൈനർ സാരിയുടെ ഇതില ഇത് നല്ല ഒത്തിരി ഇത് ഈ മോഡൽസ് ഒക്കെ ഇത് വിയർ ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര ഡിമാൻഡുള്ള ഒരു സാരി, നല്ല ഡിസൈനർ സാരിയുടെ കാറ്റഗറി പെട്ട നല്ല ഭംഗിയുള്ള ഒരു സാരി. ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ കളേഴ്സ് പല കളറായി. ഇപ്പൊ ഡബിൾ കളർ എന്നല്ല, ട്രിപ്പിൾ കളർ, അങ്ങനെ പല കളർ. ഇപ്പൊ ഈ പോയിരിക്കുന്ന ഈ റൗണ്ട് ഇതുണ്ടല്ലോ, പ്രിന്റ് ഉണ്ടല്ലോ, അതിന് തന്നെ റെഡ് കളർ ഉണ്ട്, യെല്ലോ കളർ ഉണ്ട്, വൈറ്റ് കളർ ഉണ്ട്. അങ്ങനെ അങ്ങ് പോയിരിക്കുക. നല്ല രസമാണ്. മുന്താണി വരുമ്പോ ഇങ്ങനെ. ഇത് ശരിക്കും ഡിസൈനർ സാരിയുടെ കാറ്റഗറി പെട്ട മൊഡാളിന്റെ മെറ്റീരിയലിൽ വരുന്ന സാരിയാണ്. ബ്ലൗസ് വരുമ്പോ ഇങ്ങനെ വരും. ഈ ഒരു കളറില് അത് ആ ബോർഡറില്ലേ ഇതുണ്ടോ, ഈ ബ്ലൗസിന്റെ ആ ഒരു സാധനം തന്നെയാണ് ബോർഡറിന് ഒരു ചെറിയ ചിന്ന ബോർഡർ. ഇത് കണ്ടോ, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ ബോർഡറാണ്, ഇത് തന്നെയാണ് ബ്ലൗസ് ആയിട്ട് വരുന്നത്. നല്ല സാരിയാ. അവൻ പറഞ്ഞില്ലേ, ഡിസൈനർ സാരീസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക്
നല്ലതായിട്ട് ഇഷ്ടപ്പെടും. ഈ പറഞ്ഞ പോലെ കാലാകാലം കിടന്നോളും. ഇപ്പോഴത്തെ കാലാവസ്ഥ ഞാനിപ്പോൾ ഈ കാണിച്ച മെജോറിറ്റി സാരീസും, അതിൽ ഒരെണ്ണം ഒഴികെ മജോറിറ്റി സാരീസും കാലാവസ്ഥയ്ക്ക് നല്ലതാണ്. പ്രത്യേകിച്ചും ഈ സാരി ഉറപ്പായിട്ടും ഒത്തിരി നല്ലതാണ്, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല. ഇനിയൊന്നും നനഞ്ഞെന്ന് പറഞ്ഞാൽ പോലും. ഇതിന്റെ വില 1299, ഇപ്പോഴത്തെ വില 799, സോറി 799. ഇതിന്റെ തന്നെ വേറെ കളർ. ഇതൊക്കെ കണ്ടിട്ടേ എനിക്ക് തോന്നുന്നത് സാരി ഉടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ല ഐഡിയാസ് ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതൊക്കെ തയ്ക്കാം. സ്കേർട്ടും ടോപ്പും ഒക്കെ തയ്ക്കും. ഇത് അതിന്റെ മുന്താണിയെ ഇവിടെ ഈ വരുന്നതാണ്. ഈ നേവി ബ്ലൂവിന്റെ ഒരു ഷെയ്ഡിൽ വരുന്നതാണ് ബ്ലൗസും. നേവി ബ്ലൂ എന്ന് പറയാൻ പറ്റത്തില്ല, സൂക്ഷിച്ചു നോക്കിയാലേ അറിയത്തില്ല. ഇത് നേവി ബ്ലൂ ആ, ബ്ലാക്ക് ആണെന്ന് തോന്നും. ഇങ്ങനെ ഇതാണ് അടുത്ത കളറ്. ഇനി ഒരു കളറ് ഗ്രീന്. ഫസ്റ്റ് കാണിച്ചത് ബ്ലാക്കേലായിരുന്നു, ഇത് ഗ്രീനേല്. ഒത്തിരി ഡിമാൻഡ് ഉണ്ടായിരുന്ന സാരിയാണ് ഇത്. എന്നുവെച്ചാൽ നല്ല രസമാണ്, ഒരു വെറൈറ്റി ലുക്കും ഒക്കെ കിട്ടും നമുക്ക്. നമ്മൾ എപ്പോഴും കണ്ട് മടുത്തത്. ഈ നല്ല പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാ. മഴക്കാലത്ത് പ്രത്യേകിച്ച് നല്ല. എന്നാൽ ചൂടൊട്ട് എടുക്കത്തുമില്ല കേട്ടോ. മഴക്കാലം അല്ലാത്തപ്പോഴും ചൂടെടുക്കത്തില്ല. ഇതുണ്ട് ഇത്. വില എല്ലാത്തിനും സെയിം, കളറുകൾ മാത്രം. എല്ലാം സിംഗിൾ പീസസേ ഉള്ളൂ, കളർ ചേഞ്ചസ് ഉണ്ടെന്ന് മാത്രം. അതായത് ഒറ്റ ബണ്ടില് ഉണ്ടായിരുന്നു മിച്ചം, അതാണിത്. അടുത്തത് നല്ല വയലറ്റ്. നമുക്ക് ഇഷ്ടപ്പെട്ട കളർ കാണുമ്പോൾ നമ്മുടെ മുഖത്തൊരു വ്യത്യാസം വരും അല്ലേ? ഇഷ്ടപ്പെട്ട കളറല്ല, ചില കോമ്പിനേഷൻസ് എന്നോട് ചിലർക്ക് ഇഷ്ടം വരുമല്ലോ. ഞാനങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ കാണുമ്പോൾ ഇനി മറ്റൊരു സാരി. ഈ സാരിക്കുണ്ടല്ലോ, ഈ കാശ്മീരി സിൽക്കിന്റെ സ്റ്റഫിലാണ് വരുന്നത്. ഞങ്ങൾക്ക് ഇതെന്തുവരെ പോയ സാരിയാണെന്നറിയാം. ഇതിന്റെ ഒത്തിരി കളേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിന്റെ ഈ ഒരു കളറെ വെച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ഇടയ്ക്ക് വേറെ മോഡലിന്റെ സാരി ഇരിപ്പുണ്ടല്ലോ, എന്നാൽ പിന്നെ അതെല്ലാം കൂടി ഒന്നിച്ച് കാണിച്ചാൽ മതിയായിരുന്നു. ഇത് കണ്ട് കാശ്മീരി സിൽക്കാണ്, ബഡ്ജറ്റ് റേറ്റ് ആണ്. ഇതിന്റെ ഒരു ഇതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നേക്കുന്ന ഈ ബോർഡർ കണ്ടോ, ഈ ബോർഡറും ഇതിന്റെ സ്റ്റഫും. കാശ്മീരി സിൽക്കിന്റെ സ്റ്റഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിപ്പോ അറിയത്തില്ലാത്ത ഒരു ഇത് ഓർത്താൽ മതി. വിചിത്ര സിൽക്ക് ഇല്ലേ, വിചിത്ര സിൽക്ക് അറിയാതിരിക്കുമല്ലോ, അതുമായിട്ട് നല്ല സാമ്യതയാണ് ഈ കാശ്മീരി സിൽക്കിന്. ഇതാണ് അതിന്റെ ബോർഡർ. ഇങ്ങനെ എന്നിട്ട് സ്കാലപ്പ് ഒക്കെ ചെയ്ത് ഇവിടെ ചെറിയൊരു എംബ്രോയിഡറി ഒക്കെ കൊടുത്ത് ഇങ്ങനെ ബോഡിയെ കൂടെ ചെറിയ ചെറിയ സെൽഫ് കളർ തന്നെ ബൂട്ടാസും കൂടെ പോയിട്ടുണ്ട്. അതാണ് സാരി. ബ്ലൗസും സെയിം ആണ്, റണ്ണിങ് തന്നെയാണ് ബ്ലൗസ്. ഇതുണ്ടോ, ലാസ്റ്റ് ഏറ്റവും അവസാനം എൻഡില് റണ്ണിങ് തന്നെയാണ് ബ്ലൗസ്. അത് തന്നെ വെച്ച് ബ്ലൗസ് തയ്ക്കാം ഒന്നുകിൽ, അല്ലെങ്കിൽ നിങ്ങൾ സാരി ഇതാണ് ബ്ലൗസ്, സെയിം തന്നെ ബ്ലൗസ്. അല്ലെങ്കിൽ ഈ കളർ തന്നെ വേറെ ബ്ലൗസ് ഉണ്ടെങ്കിൽ ഇടുവാണെങ്കിൽ സാരിക്ക് കുറെ കൂടെ പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ ഇടും. ഈ ഒറ്റ കളറേ ഇപ്പോൾ ഉള്ളൂ. ഇതിന്റെ കുറേ കളേഴ്സ് വന്നു, എല്ലാം ഡാർക്ക് കളേഴ്സ് ആയിരുന്നേ. ഇതിന്റെ വിലയില്ലേ 999 ആണ്, ഇപ്പോഴത്തെ വില 699. സാരിയൊക്കെ പലർക്കും ഓർമ്മ കാണുമായിരിക്കും. ഇതിന്റെ പല മെറ്റീരിയലും വന്നിട്ടുണ്ട് കേട്ടോ, കൂടിയതും കുറഞ്ഞതും നോർമലും ഒക്കെ വന്നിട്ടുണ്ട്. ആ കാശ്മീരി സിൽക്കിന്റെ ഇത് ഈ സാരി ശരീരത്തിട്ട് കഴിഞ്ഞോണ്ടല്ലോ നമ്മൾ നല്ല കൂടിയ പട്ടുസാരിയുടെ ഒക്കെ ഒരു സ്റ്റഫ് പോലെയുണ്ട്. പക്ഷെ പട്ടുസാരി പട്ടെന്ന് പറഞ്ഞാൽ കാശ്മീരി സിൽക്ക് പട്ടെന്നങ്ങ് പറയാൻ പറ്റും. സിൽക്ക് എന്ന് പറഞ്ഞാൽ പട്ടെന്ന് വന്നാലും ആ ഒരു ഗ്ലോയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ നല്ല സോഫ്റ്റുമാണ്, ശരീരത്തിൽ ഒഴുകി പോകത്തുമില്ല. അങ്ങനെ ഒരു നമ്മുടെ വിചിത്ര സിൽക്കിന് വരുന്ന അതേ ഒരു ഇത് മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും. ബ്ലൗസും സെയിം തന്നെ, ഇത് തന്നെയാണ് ബ്ലൗസ്. മുന്താണിയും ബ്ലൗസും ഒന്ന് തന്നെ, ഒറ്റ കളറേ ഉള്ളൂ, വേറെ കളേഴ്സ് ഇല്ല. ഒത്തിരി കളേഴ്സ് വന്നതാണ്. വില വന്നിട്ട് 999 ആണ്, ഇപ്പോഴത്തെ വില 699. അടുത്തത് ജാംദാനി വീവിങ് വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സാരി. ഇതിന്റെ ഒത്തിരി കളേഴ്സ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇതിന് ഇനി ഒരു സിംഗിൾ കളർ മാത്രമേ മിച്ചമായിട്ടുള്ളൂ. ഇത് കണ്ടോ, ഇതാണ് ജാംദാനി സിൽക്കാണ് മെറ്റീരിയല്. ജാംദാനി സിൽക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ മൽച്ചന്തേരിയുടെ ഒക്കെ ഒരു നല്ല ഒരു സാമ്യതയുള്ള ഇത് വീവിങ് ആണ്, വീവിങ് സാരിയാണ്. ഈ ബോഡിയെ കാണുന്ന ബൂട്ടാസും ബോർഡറും ഈ കാണുന്ന മുന്താണി എല്ലാം വീവിങ് ആണ്. വീവിങ് അല്ലേ, ഇത് വീവിങ് ആണോ? വീവിങ് അല്ലേ, വീവിങ് അല്ലേ? ആണ്. ഇവിടെ ഉള്ളവർക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല. വീവിങ് ആണോ ചോദിച്ചിട്ട് ഞാൻ സാരിയെ നോക്കി ഇങ്ങനെ ഇരിക്കില്ല. അവിടെ ഒന്ന് ഇങ്ങനെ കാണിച്ചാൽ ഞാൻ കാണുമോ? ഞാൻ സാരിയെല്ലാം നോക്കുമ്പോൾ എന്ന് കാണത്തില്ലേ? എനിക്ക് ദിവ്യദൃഷ്ടി ഒന്നുമില്ല, തലയിലും ഇല്ല കണ്ണ്. തലയിൽ കണ്ണേ ഉള്ളോ? ആ ബിസിനസ് ഒക്കെ നടത്തുമ്പോൾ ഈ 10 കണ്ണ് ഉണ്ടായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. പിന്നെയാ
കണ്ണില്ലാതെ ജീവിച്ച ഇത് മുന്താണി കേട്ടോ. ഇത് ബ്ലൗസ്. ഈ ഒരു ചെറിയ ചിന്ന ലൈൻസ്, ചിന്ന എപ്പോഴും പറയാ, കൊച്ചു ലൈൻസ്. നമുക്ക് തമിഴ് നമുക്ക് നമ്മുടെ മലയാളമായിട്ട് നല്ല സാമ്യതയുള്ള ഒരു ഇതല്ലേ അല്ലേ. ഇതിന്റെ കളർ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് റെഡ് എന്ന് പറയാൻ പറ്റത്തില്ല, പീച്ച് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ റെഡും പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഈത്തെ കൂടെ പോയിരിക്കുന്ന ബോർഡർ. ബോഡിയുടെ കളർ സാൻഡൽ. ഇനി വില കൂടി പറയാം, 1299. ഇപ്പോഴത്തെ വില 799. ജാംദാനി സിൽക്കാണ്, വീവിംഗ് സാരിയാണ്. ഇപ്പോ അവരുടെ കാലമല്ലേടോ എന്ന് പറഞ്ഞ പോലെ ഇന്ന് മൊടാളിന്റെ ദിവസമാണല്ലോ, ഇന്ന് മുഴുവൻ മൊടാളാന്ന് തോന്നുന്നു എടുത്തു വെച്ചിരിക്കുന്നത്. കണ്ടോ, എന്റെ പെൺപിള്ളേർ എടുത്തു വെച്ചതാ, അതുകൊണ്ട് എനിക്ക് എന്നതാന്ന് അറിയത്തില്ല. ഇത് പ്രിന്റ് ആട്ടോ, പക്ഷെ നല്ല ഭംഗിയല്ലേ. നിങ്ങൾ നോക്കൊരു ഈ ഒരു മാംഗോ പ്രിന്റ്, അതിനകത്ത് ഈ ഒരു പ്രിന്റ് കയറ്റി ചെയ്തിരിക്കുന്നത് കണ്ടാൽ നമുക്ക് തോന്നും ആപ്ലിക്ക് വർക്കാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത് ആപ്ലിക്ക് വർക്ക് ചെയ്തിരിക്കുന്നതല്ല, ഇത് പ്രിന്റ് ആണ്. പക്ഷെ നല്ല ഭംഗിയാണ്. ആപ്ലിക്ക് വർക്കൊക്കെ ഇത്രയൊക്കെ ചെയ്യണമെങ്കിൽ അല്ലേ നല്ല റേറ്റ് ആകത്തില്ലേ. ആ ഒരു അത് തന്നെ ബോർഡറും മുന്താണിയും വന്നിട്ട് നല്ലൊരു ഡിസൈനർ സാരി. പിന്നെ ഇത് വരും ബ്ലൗസും അത് തന്നെ. എന്താ ബ്ലൗസും അത് തന്നെ. ഇത് കയ്യിൽ ബോർഡർ ആയിട്ട് വേണമെങ്കിൽ പിടിപ്പിക്കണ്ടെങ്കിൽ പിടിപ്പിക്കേണ്ട, എങ്ങനെ വേണേലും ചെയ്യാം. കളർ എന്ന് പറയുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ്. എനിക്ക് ആ ഒരു കളറ് ഭയങ്കര ഇഷ്ടം. ഒരു വെറൈറ്റി കളർ, നല്ല എടുപ്പ് തോന്നിക്കുന്ന, നല്ലൊരു ലുക്ക് തോന്നിക്കുന്ന കളർ. ഞാൻ അതിൻ്റെ തന്നെ എന്നോട് ഒത്തിരി പേരൊക്കെ ചോദിക്കുകയാണേ, ഇങ്ങനെ ഇരുന്ന് നോക്കുന്ന എന്തിനാ കണ്ണാടി വെച്ചൂടെ. എനിക്ക് എന്നാന്നറിയോ, വായിക്കാൻ മാത്രമേ കണ്ണാടിയുടെ ആവശ്യമുള്ളൂ. വായിച്ചിട്ട് കണ്ണാടി എടുത്ത് ഇങ്ങനെ കണ്ണാടി വെച്ചോണ്ട് നേരെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി കാണത്തില്ല. അപ്പൊ റീഡിങ്ങിന് മാത്രം മതി, ഓരോ സെക്കൻഡിൽ ഊരുവ എടുക്കുക ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ട് നോക്കുന്നത്. ഇതിന്റെ വിലയില്ലേ 1299, ഇപ്പോഴത്തെ വില 799. അതിന്റെയും വില അങ്ങനെ തന്നെ. ഇത് അതിന്റെ മറ്റൊരു കളറ്, നല്ല കളറുകളാണ് കേട്ടോ. ടീൽ ബ്ലൂ ഉണ്ടോ, ടീൽ ബ്ലൂ നല്ല സാരി കേട്ടോ. ഇതൊക്കെ ഇപ്പോഴത്തെ ക്ലൈമറ്റിന് ഏറ്റവും നല്ല സാരീസാണ്. നല്ല സ്റ്റൈലായിട്ട് പോവുകയും ചെയ്യാം. മഴക്കാലം വല്ലെന്നോർത്ത് നമ്മൾ ഒരുമാതിരി ഒടിഞ്ഞു കുത്തി പോവുകയൊന്നും വേണ്ട, പക്ഷെ നല്ല സ്റ്റൈലായിരിക്കും. എന്നാൽ പെട്ടെന്ന് ഉണങ്ങാനും ഒക്കെ നല്ലതാ. കോട്ടൺ സാരി ഒന്നും പറ്റത്തില്ലല്ലോ. ഇത് ഒരു ക്രേപ്പിന്റെ മെറ്റീരിയലാണ്, ക്രേപ്പ് മെറ്റീരിയലിൽ വന്നിരിക്കുന്ന നല്ലൊരു സാരി. ഇത് ശരിക്കും നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഫംഗ്ഷൻ വെയർ, ചെറിയ സെമി ഫംഗ്ഷൻ വെയർ അല്ല, വലിയ ഏതിന് വേണേലും കൊടുക്കാം അല്ലേ. നല്ല സാരിയാ, ഫംഗ്ഷൻ വെയർ ആയിട്ട് തന്നെ കൊടുക്കാം. സെമി എന്നൊന്നും പറഞ്ഞ് കൊച്ചാക്കുന്നില്ല. ബനാറസിയാണ് ബോർഡർ വന്നിരിക്കുന്നത് കണ്ടോ. ബനാറസി ബോർഡർ വന്നിട്ട് ഇങ്ങനെ ഒരു സാരി, ബ്ലാക്കും ഇത് അബദ്ധം പറ്റിയ ഡിസ്കൗണ്ടിന് എടുത്ത് വെച്ചതല്ലല്ലോ അല്ലേ. ഇതൊക്കെ ഈയിടെ വന്ന സാരികളെ കൂട്ടത്തിലുണ്ടായിരുന്ന പോലൊക്കെ എനിക്ക് തോന്നുന്നു. നല്ല ജെറ്റ് ബ്ലാക്ക്, എന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഒരു റാണി പിങ്കിന്റെ മെറൂണിന്റെ ഒക്കെ കൂടെ ഡാർക്ക് ഒരു ഷെയ്ഡ്. ഇവിടെ വന്നിരിക്കുന്ന ബോർഡർ, താഴത്തെ ബോർഡർ ഇത് ചെറിയ ബനാറസിയുടെ ചെറിയ ബോർഡർ. താഴേക്ക് വരുമ്പോൾ ബനാറസിയുടെ നല്ല വീതിക്കുള്ള ബോർഡർ. സ്റ്റഫ് എന്ന് പറയുന്നത് ക്രേപ്പാണ്. നിങ്ങൾ മുന്താണി കണ്ടല്ലോ, ഇതാണ് മുന്താണി. നല്ല സ്റ്റൈലായിട്ടുള്ള മുന്താണി, അതിന് ചേരുന്ന നല്ല ഭംഗിയുള്ള ടാസിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ബ്ലൗസ് വരുമ്പം സെൽഫാണ്, റണ്ണിങ് ആണ്, പ്ലെയിൻ ആണ്. ഇതാണ് ബ്ലൗസ് കണ്ട, ഇതാണ് ബ്ലൗസ്. ഇനി റേറ്റും കൂടെ പറയാവേ. ഇതിന്റെ ഒരു കളറും കൂടെ ഉണ്ട്. അയ്യോ നല്ല സാരി, ഇത് വല്ല അർത്ഥം പറ്റി എടുത്തു വെച്ചേക്കുന്നതാണോ ആവോ. ഇതിന്റെ വിലയില്ലേ 1899 ആണ്, 1380 ആണ് ഇപ്പോഴത്തെ വില. ക്രേപ്പാണ് സ്റ്റഫ്. അപ്പൊ ഒതുങ്ങിക്കിടക്കും, നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ട് നല്ല ഒതുങ്ങിക്കിടക്കും. എന്നാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കംഫർട്ടാണ്. ഒട്ടും ഇങ്ങനെ ഈ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിക്ക് നിൽക്കത്തൊന്നുമില്ല. അതിന്റെ വേറെ കളറ് എല്ലാം നല്ല കളറ്. ഞാനിതിപ്പോ എനിക്ക് സംശയം, ഇത് അബദ്ധം പറ്റിയെടുത്ത് വെച്ചേക്കുന്നതാണോ. ഇത് ഈ സാരികൾ ഈയിടെ വന്ന സാരികളുടെ കൂട്ടത്തിലുള്ള പോലെ തന്നെ എനിക്ക് തോന്നുന്നു. പറ്റിയതായിരിക്കത്തില്ല, എനിക്കായിരിക്കും അബദ്ധം പറ്റിയേക്കുന്നത്. അങ്ങനെ അവർക്ക് പറ്റത്തില്ല. കാരണം ഡിസ്കൗണ്ട് സെയിൽ ഇട്ടിരിക്കുന്നത് വേറെ സെക്ഷൻ ആയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നതേ. പിന്നെ ഈ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സ് ഒക്കെ നോക്കിയിട്ട് ചിലപ്പോൾ അതിനകത്ത് കയറി മിക്സ് ആയി പോകാനും ചാൻസ് ഉണ്ട്. അടുത്തത് നല്ല ഗ്രേ ഷെയ്ഡ്, ആഷ് കളർ. മുന്താണി വന്നിട്ട് ഇത് വരും. മുന്താണി എന്താ, മുന്താണി വന്നിട്ട് ഇത്. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ ഒരു പിൻഡെക്സ് ബോർഡർ ഉള്ള സാരി, എല്ലാവർക്കും ആ ഒരു കളർ വേണം. ഒരു സാരി ഉണ്ട്, ഭയങ്കര രസമാണ്. ഞാനിരുന്ന് ചിരിക്കുന്നത് എന്നാന്ന് ഓർക്കും അല്ലേ. എനിക്ക് ചിരിയൊക്കെ വരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേന്. എല്ലാരും അത് എന്നെ ചോദിച്ചോണ്ടിരിക്കുക.
അപ്പൊ ഓർക്കും ഇത് മര്യാദയ്ക്ക് അന്നേരം ഉണ്ടായിരുന്നപ്പോ കാണിച്ചാൽ പോരായിരുന്നു. ഇത് മുകളിലത്തെ ബോർഡർ കേട്ടോ. അടുത്ത് ഇന്ന് 4 കളറുണ്ട്, 4 കളറിന് ഓരോ പീസ്. അയ്യടാ, നല്ല നല്ല കളർ കേട്ടോ, നല്ല റെഡിഷ് മെറൂൺ റാണി പിങ്ക് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറ്. കോമ്പിനേഷൻ എന്നെ രസമാണ്. നല്ല നല്ല സാരി, ക്രേപ്പിന്റെ സ്റ്റഫും കൂടെ. എനിക്കതാണ് ഇത്രയും ഭയങ്കര ഒരു ഇത്. ക്രേപ്പിന്റെ സ്റ്റഫാണ്, നല്ല ശരീരത്ത് നല്ല ഭംഗിയായിട്ട് കിടക്കും ചെയ്യും. ആ ബനാറസി ബോർഡറും കൂടെ വരുന്നത്. എന്ത് കാണിച്ചേ, ഇത് കാണിച്ച് വയലറ്റ് ബനാറസി ബോർഡറും കൂടെ വരുന്നതാകുമ്പോഴത്തേനും നല്ലൊരു ഭംഗി. ഇതിന്റെ മുന്താണി വന്നിട്ട് എല്ലാത്തിനും മുന്താണിയിൽ ബോർഡറിൽ എന്നതാണോ കളറ് അതായിരിക്കും മുന്താണിയിലും വരുന്നത്. ഉണ്ടോ, ഇത് വരും മുന്താണി. നല്ലൊരു റാണി പിങ്ക് മെറൂണ് മിക്സ് ആയിട്ടുള്ള ഒരു കളറാട്ടോ. നല്ല കടിക്കാൻ തോന്നുന്നു കുട്ടി കളർ. 1 പ്ലീറ്റ്സ് ഒക്കെ ഇടുവാണെങ്കിൽ നല്ല രസമായിരിക്കും. അതിലും അടിപൊളി. ഞാൻ തന്നെയല്ലേ ഇതൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് വന്നത്. ഈ എന്റെ ഷോപ്പിൽ ഞാൻ പർച്ചേസ് ചെയ്യാത്ത ഒറ്റ സാധനം പോലും, എന്റെ കൈ തൊടാത്ത ഒരൊറ്റ ഒരു ലൈനിങ്ങിന്റെ മെറ്റീരിയൽ പോലും ഇല്ല. എന്നാലും ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ് ഇതിപ്പോ വന്നതാന്നുള്ള രീതിക്ക്. നല്ല തീപ്പെട്ടി കളർ, വയലറ്റ് മസ്റ്റാർഡ് യെല്ലോയോ അല്ല മാംഗോ യെല്ലോ അങ്ങനെ പറയാം, രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ബ്ലൗസ് ഞാൻ കാണിച്ചായിരുന്നല്ലോ, ബ്ലൗസ് പ്ലെയിന് റണ്ണിങ്. എന്താ ബ്ലൗസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡിസ്കൗണ്ട് സെയിൽ, ഇത്രയേ ഉള്ളൂ. ഞാൻ അടുത്ത ദിവസം കുർത്തി കാണിക്കണമെന്ന് ഒത്തിരി പേര് പറയുന്നുണ്ട്. മഴക്കാലമല്ലേ, ഡെയിലി ഉടുക്കേണ്ടതല്ലേ, ഇപ്പോഴല്ലേ കുർത്തി വേണ്ട. എനിക്കറിയാം കേട്ടോ, എടുത്തു വെക്കാനൊക്കെയുള്ള ചില സാഹചര്യങ്ങളും എനിക്കാണ് അപ്പടി യാത്രയും ഇടപാടും അതിൻ്റെ കൂടെ വയ്യായിക ഇങ്ങനെ പല എപ്പോഴും ഇങ്ങനെ ആവലാതിയും പരാതിയും പറയുന്നത് ശരിയല്ല. ആവലാതിയും പരാതിയൊന്നും അല്ല കേട്ടോ. ഞാൻ ഇതെല്ലാം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ദൈവത്തിന്റെ വലിയ കൃപയാൽ ഞാൻ ഓടിക്കുന്നുണ്ടെന്നുള്ളതാണ്. എന്നെ തമ്പുരാൻ അതിനെ പ്രാപ്തയാക്കുന്നുണ്ടെന്നുള്ളത് വലിയത് എൻ്റെ അടുത്തിരിപ്പുണ്ട്. വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ അവിടെ ഇരിക്കും. ഞങ്ങളങ്ങ് എന്നാ പറയുന്നേ, ഇണങ്ങിയും പിണങ്ങിയും കൂട്ടുകൂടിയും വർത്താനമൊക്കെ പറയും. ചിലപ്പോൾ എൻ്റെ പൊന്നു പെങ്കൊച്ച എന്തായിരിക്കും അവിടെ എന്നോട് പറയും, ഇവക്ക് എന്ത് പോയി ഇവക്ക് എന്ന് പറയും. അങ്ങനെയൊക്കെ പറയും. ഞാൻ പൊന്നപ്പ, അപ്പനോടല്ല ഞാൻ ആരോടാ ഇതൊക്കെ പറയുന്നത്, വേറെ ആരോടും എനിക്ക് പറയാനില്ലല്ലോ. എന്നുവെച്ചാൽ അത്രത്തോളം നമ്മളെ മനസ്സിലാക്കാൻ വേറെ ആർക്കും പറ്റത്തില്ല. അവരോടും ഇവരോടും എല്ലാം ചെന്ന് നടന്ന് നമ്മളെ ആവലാതികളും വിഷമങ്ങളും ഒന്നും നമ്മൾ പറയരുത്. പറയേണ്ട ദൈവസന്നിധിയില്ല, അവിടെ നിന്നേ നമുക്ക് പരിഹാരം കിട്ടത്തുള്ളൂ. ഞാൻ എൻ്റെ സ്റ്റാഫിനോട് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല പറയണം, നിങ്ങൾ വന്ന് എൻ്റെ അടുത്ത് പറയണം. എൻ്റെ അടുത്ത് പറഞ്ഞാലേ നിങ്ങൾക്ക് അതിന് പരിഹാരം കിട്ടും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടിരുന്ന വല്ലതും നടക്കുമോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ഇത് മറ്റുള്ളവരുടെ എന്തോരം അടുത്ത ഇന്റിമേറ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞാലും നമ്മൾ ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ദുരിതങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും ഒന്നും ഇങ്ങനെ വിളമ്പി നടക്കാൻ പോകരുത്. ആരും അതിൽ ബോധേഡല്ല, കേൾക്കും എന്നുള്ളതല്ലാതെ ബോധേഡായിട്ടുള്ള ഒരാളുണ്ട് അവിടെ പറയും. തത്വശാസ്ത്രം കുറച്ച് പറഞ്ഞല്ലേ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഡിസ്കൗണ്ട് സെയിൽ ആയതുകൊണ്ട് തന്നെ റിട്ടേൺ, എക്സ്ചേഞ്ച്, റീഫണ്ട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. താങ്ക് യു.